ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടും പവർഫുള്ളായിട്ടും വീട്ടിലെങ്ങനെ അലോവേര ജെല്ല് തയ്യാറാക്കുമെന്ന് നോക്കാം. ഞാൻ ലീഫിനെ കട്ട് ചെയ്തിട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഒരു ചൊറിയുന്ന ഒരു മഞ്ഞ കറയുണ്ടാകും, അത് പോകാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ അത് കഴുകിയെടുത്തതിന് ശേഷം സൈഡിലുള്ള ഈ മുള്ളു പോലെ ഇരിക്കുന്നത് ചെത്തിക്കളയാം. അത് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നീളത്തിൽ ഇതിനകത്തുള്ള ഫ്ലഷിനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കത്തിയും സ്പൂണൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച നിറത്തിലുള്ള ഭാഗം മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കഴുകിയെടുത്താലും ചില ആളുകൾക്ക് ചൊറിയുന്നൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ആദ്യം ചെറിയൊരു സ്കിന്നിൻ്റെ ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് ഉപയോഗിച്ചാൽ മതി. എനിക്കിത് ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ തോന്നും. എത്രയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാലും ഇനിയിപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകിയെടുത്താലൊക്കെ സ്കിന്നിൽ തട്ടുമ്പോൾ ആ ഒരു ചൊറിച്ചിൽ തോന്നാറുണ്ട്. അപ്പോൾ മുഴുവൻ കട്ട് ചെയ്തെടുത്ത് ഇതിനെ ഞാൻ കുറച്ച് നേരം കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. കൂടുതലായിട്ട് ആ മഞ്ഞക്കറ ഉണ്ടെങ്കിൽ പോയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഞാൻ കഴുകിയെടുത്തു. വീണ്ടും ഒരു നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിങ്ങനെ തന്നെ അരച്ച് വരുമ്പോൾ നല്ല ഒരു ലിക്വിഡ് രൂപത്തിൽ ജ്യൂസായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ലൂസായിട്ടാണ് വരിക. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും വേണമെങ്കിൽ ആ ഒരു കട്ടിക്ക് എടുക്കുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം പൊട്ടാറ്റോ സ്റ്റാർച്ചൊക്കെ നന്നാക്കി വേവിച്ചെടുത്തതിന് ശേഷം വിറ്റാമിൻ ഇ ഓയിലൊക്കെ ചേർത്തിട്ട് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ആണ് ഈ ഓയിൽ ചേർക്കുന്നത്. അങ്ങനെയൊക്കെ ഷെൽഫ് ലൈഫ് കിട്ടുന്നൊക്കെയാണ് ഞാൻ ChatGPT നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് ഇതിനെ ഐസ് ക്യൂബ് ആക്കി എടുത്തിട്ട് പിന്നെ ഒരു സ്റ്റോറേജ് ബോക്സിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഇതെനിക്ക് ഏറ്റവും ഉപയോഗമായിട്ടുള്ളത് കൈ പൊള്ളിയാൽ ഇതുപോലെ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ക്യൂബ് എടുത്തിട്ട് ഞാൻ ആ പൊള്ളിയ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഹെയർ കെയറിനോ സ്കിൻ കെയറിനോ എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ആവശ്യം പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ റോസ്മേരി ഓയിൽ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാനാണ് പ്ലാന്. അതേപോലെ നിങ്ങൾക്ക് കരിഞ്ചീരകമോ മിൻറ്റോ പനിക്കൂർക്കയിലയോ ഫ്ലാക്സീഡോ ക്ലൗ അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ പ്ലാനിനനുസരിച്ചിട്ടുള്ള ഏത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഹെയർ കെയർ ആയിട്ടോ സ്കിൻ കെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീസറിൽ എത്ര കാലം വേണമെങ്കിലും കേടുവരാതെ സൂക്ഷിക്കാം. മാർക്കറ്റിൽ കിട്ടുന്ന കറ്റാർവാഴ ജെല്ലിൻ്റെ ലേബിൾ ശ്രദ്ധിച്ചാൽ കാണാം, വെറും 2% മാത്രമേ പ്യുവർ കറ്റാർവാഴ ജെല്ല് ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി മുഴുവനും വെള്ളമായിരിക്കും. പിന്നെ അത് ജെല്ല് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾ ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നമ്മളിതേപോലെ വീട്ടിലുള്ള ലീഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ നാടൻ മരുന്ന് കടകളിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ് കറ്റാർവാഴ ലീഫ്. അപ്പോൾ ഇതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ജസ്റ്റ് വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ താഴെ തന്നെ കേടുകൂടാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ അപ്പോൾ ബൈ.